കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു മീൻകറി വെച്ചാലോ? കുട്ടനാടൻ സ്റ്റൈല്. അതുകൊണ്ട് ഞാൻ ഉരുളിക്കകത്താണ് വെച്ചിരിക്കുന്നത്. ഉണ്ടോ എണ്ണ ഉണ്ടോടി? ഇനി ഞാൻ ഉരുളി വെച്ചു, എണ്ണ ഒഴിച്ചു. അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, ഞാൻ ചതച്ചതാ. ആണോ? ഇഞ്ചി, ഇത് വെളുത്തുള്ളി, ഇഞ്ചി, നമുക്ക് ഉള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചതാണേ. കൊച്ചുള്ളി, വലിയ ഉള്ളിയാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത്. നന്നായിട്ട് അല്ലേ? ഒന്ന് മൂത്ത് വരണം. അപ്പവും മോനും കൂടെ ഇവിടെ വന്ന് നിപ്പുണ്ട്. അപ്പൂനെ കാണിക്കാൻ പറ്റത്തില്ല, അപ്പൂ ഷർട്ട് ഇട്ടിട്ടില്ല. അതെ, ഇപ്പൊ ഞാൻ ടൗണിൽ പോയി അല്ലേ, മീനൊക്കെ വാങ്ങിച്ചോണ്ട് വന്നതേ ഉള്ളൂ. അന്നേരം തന്നെ ഒരാൾക്ക് ഇവിടെ കറി വെച്ച് വേണം. മീന്താന്നും പറഞ്ഞുകൊണ്ട് വിഷ്ണു ഉടനെ ഇവിടെ കിടന്ന് ബഹളം. അപ്പൊ പിന്നെ നമുക്ക് എന്താ ഉണ്ടാക്കി കൊടുക്കണ്ടേ അല്ലേ? ഇവിടെ പൂച്ചയെ പോലെ വന്ന് നിൽക്കുവാണ് അപ്പൂ മോനും കൂടെ. അതെ, ഇപ്പൊ കിട്ടും. കാരണം നമ്മൾ പച്ചമീൻ വാങ്ങിച്ചിട്ട് കുറേ കാലമായി, 2-3 മാസത്തോളമായി പച്ചമീൻ വാങ്ങിച്ചിട്ട്. അപ്പോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണേ. പറഞ്ഞല്ലോ എല്ലാരും മേടിക്കണ്ട എന്ന് പറഞ്ഞ ഞങ്ങള് മേടിച്ചില്ല. ഇപ്പൊ പിന്നെ എല്ലാരും അങ്ങനെ പതുക്കെ വാങ്ങിക്കാൻ തുടങ്ങിയത് കാരണം നമ്മളും നമുക്ക് വാങ്ങിച്ചാലെന്താ. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ടല്ലേ? ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. എന്നാക്കെയാണെന്ന് പറഞ്ഞു? മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് അതിന്റെ പച്ചമണം ഒന്ന് മാറണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. സത്യം പറഞ്ഞ മീൻ വെച്ചിട്ട് തലേന്ന് എടുക്കുന്നതാ നല്ലതല്ലേ? അതെ, എല്ലാം ഉപ്പും പുളിയും എല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കാനായിട്ട്. അങ്ങനെ ഒരു പ്രാവശ്യം നമ്മുടെ ചാനലിൽ മീൻകറി, അത് ഉണക്ക മീൻകറിയാ, പച്ചമീൻ എന്നാ വെച്ചു? മറ്റേ എന്തുവാ, ഒരെണ്ണം ഞാൻ വെച്ചായിരുന്നു. ഒരു പ്രാവശ്യം കോട്ടയം സ്റ്റൈൽ എന്നും പറഞ്ഞോണ്ട് ഞാൻ ഒരു പ്രാവശ്യം കണ്ണിയായില്ല. ഞാൻ ആ ഭാഗത്തോട്ട് പോലും വന്നില്ല. അമ്മയ്ക്ക് ഇഷ്ടമില്ല കണ്ണിയായില്ല. അത് കാരണം ഞാനായിരുന്നു അന്നത്തെ പ്രിപ്പറേഷൻ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നറിയില്ല. കണ്ടിട്ടില്ല എന്നെ കാണുക. ഇത് ഇപ്പൊ കുട്ടനാടൻ സ്റ്റൈലാണ്. അത് എന്നെ പഠിപ്പിച്ചത് ഷാപ്പിൽ കറി വെക്കുന്ന ഒരു ചേച്ചിയാണ്. ആണോ? വാസന്തിയമ്മ നമ്മുടെ അവിടെ മീനും വന്നുകൊണ്ടിരുന്നതാണ്. വാസന്തിയമ്മ എന്നോട് ഞാൻ പറഞ്ഞ, വാസന്തിയമ്മ എനിക്ക് ഇത്രയും വലിയ മീനൊന്നും വെക്കാൻ അറിയത്തില്ല. നമ്മുടെ അവിടെ കൊച്ചു മീനല്ലേ കിട്ടുന്നേ. കായലല്ല, കായലിലെ മീൻ നമ്മൾ മേടിക്കത്തില്ലല്ലോ. അല്ല, കടലിലെ തന്നെ കുറിച്ചിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കവിടെ കിട്ടത്തുള്ളൂ. ചെറിയ മീനുകളെ കിട്ടുള്ളായിരുന്നു. അത് വലുത് കിട്ടുന്നെന്ന് പറഞ്ഞാൽ ഈ ചൂര മാത്രമേ കിട്ടുള്ളായിരുന്നു. അന്നേരം വാസന്തിയമ്മയോട് തന്നെയാണ് ഞാൻ മേടിച്ചത്. പുള്ളിക്കാരി മീൻ വിറ്റിട്ട് തിരിച്ച് വീട്ടിൽ വന്നാൽ കാപ്പ് കുടിക്കുന്നത്. അന്നേരം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, വാസന്തിയമ്മ എനിക്ക് കറി വെച്ച് തരാമോ എനിക്ക് എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് അതിനെന്നാ ശ്യാമള കൊച്ചെ, ഞാൻ വെച്ച് തരാൻ കണ്ടു പഠിച്ചോണെന്നും പറഞ്ഞ് പുള്ളിക്കാരി എനിക്ക് കാണിച്ചു തന്ന കറിയാണ്. അതിൽ പിന്നെ എപ്പോഴും ഈ രീതിയിലാണ് ഞാൻ കറി വെക്കത്തുള്ളൂ. കുടംപുളി ഇടുവാണേ. പുളി കുറവുള്ള പുളിയായത് കാരണം 3-4 പുളി കഷ്ണം ഇട്ടു. ഞാൻ അതിൻ്റെ കുരാനിട്ട വെള്ളം കൂടെ ഒഴിക്കുവാണേ. വെള്ളം പോരാ. അപ്പോൾ കുട്ടനാടൻ ഷാപ്പിലെ മീൻകറിയാണ്. അതെ, ഷാപ്പിൽ ഇങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുന്നത്. വാസന്തിയമ്മ മനസ്സിലോർത്തുകൊണ്ട് ഞാൻ കുട്ടനാടൻ കറി വെക്കുവാണ്. അതെ, ഗുരുദക്ഷിണ. ഞാൻ എപ്പോഴും ഇങ്ങനെ വെക്കുന്നെന്ന് പറഞ്ഞില്ലേ? അതെ.
വെള്ളം വേണം. വെള്ളം ഒഴിച്ചു. ഇന്നിച്ചിരി വെള്ളം ഗ്രേവി വേണമല്ലോ. ഇന്ന് കപ്പ മേടിച്ചിട്ടുണ്ട്. അതെ, ഞാൻ വന്നപ്പോൾ കപ്പയും വാങ്ങിച്ചോണ്ടാ വന്നേ. ഇത് ഞാൻ ഉപ്പിട്ടിട്ടില്ല, കാരണം പുളി കഴുകിയിട്ട് ഞാൻ വൃത്തിയാക്കി ഉപ്പും കൂടെ ഇട്ടാണ് കുതിരാനിട്ടിരുന്നത്. ഉപ്പ് ഉണ്ടോന്ന് നോക്കാനല്ലേ. വേണോ ഉപ്പ്? ഉപ്പ് ഒരു ശക്കല ഉപ്പ് കൂടെ വേണം. ഇട്ടേക്കട്ടെ. കുറച്ച് ഉപ്പ് കൈ കണക്കാണെന്നറിയാമല്ലോ. അതാ അങ്ങനെ ശീലിച്ചത് കൊണ്ട് അങ്ങനെ തന്നെ പറ്റുന്നു. നമ്മള് ഉരുളിക്കകത്തായിരുന്നു വെക്കുന്നേ. അതായത് നമുക്കിന്ന് വെട്ടി കിട്ടിയത് നമുക്ക് ആദ്യമായിട്ടാണ് തല ഉൾപ്പെടെ വെട്ടി കിട്ടുന്നത്. അത് കാരണം നമ്മുടെ ചട്ടിക്കകത്ത് ആ തല കൊള്ളത്തില്ല. അത് കാരണം നമ്മൾ ഉരുളി എടുത്തേക്കുന്നത്. ഇതിന് തക്കാളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. തക്കാളി ചേർക്കാതെയാണ് വെക്കുന്നത്. പണ്ടത്തെ രീതിയിലുള്ള കറിയായത്. ഇതിൻ്റെ അകത്ത് ഇനി ഉലുവാപ്പൊടി ചേർക്കാനുണ്ട്. ഉലുവാപ്പൊടി ഞാൻ പിന്നീടേ ചേർക്കുന്നുള്ളൂ. ഗ്രേവി തിളയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണേ. അന്നേരം അവനിതേ ഉപ്പ് നോക്കാൻ കൊടുക്കണമെന്നും പറഞ്ഞു. അമ്മച്ചി ഇതാന്നും പറഞ്ഞിട്ടുണ്ട്. ഇതേ ഉപ്പ് നോക്കുമോ? നോക്ക്. എങ്ങനെയുണ്ടോ? സൂപ്പറാണോ? നല്ലാണോ? നല്ലാണോ പൊന്നെ? നല്ലാണോപ്പാ? അയ്യോ, കൈ കടിച്ച് തിന്നാതെ. നമുക്കത് തിളക്കട്ടെ കേട്ടോ. നമ്മുടെ അല്ലേ അരപ്പ് നന്നായിട്ട് ഇവിടെ ഒരാള് കയ്യിൽ നിന്ന് ഇട്ട് നിൽക്കുവാണ്. താമച്ചി താമച്ചി. അന്നേരം നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാവേ. ആദ്യം തന്നെ ഒരു തലയാണ് കിട്ടിയ. ഇവിടെ തല കൊണ്ടുവന്നപ്പോഴേ ശാലു പറഞ്ഞു ശാലുവിന് കൊടുക്കണം. ഞാൻ തലഭ്രാന്തി. എന്തോ തലയിട്ട് കഴിഞ്ഞാ പിന്നെ കഷ്ണം. നമ്മള് ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് കഴുകി എടുത്തേക്കുന്നതാണ്. അങ്ങനെ നമ്മള് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കറക്കി കൊടുക്കുക, ഒന്ന് ചുറ്റിക്കുക അല്ലേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മള് തവിയും കൊണ്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല. നമ്മളിങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുക, അതായത് ചുറ്റിച്ചു കൊടുക്കുക. പിന്നെ അത് തന്നെയല്ല, ഇച്ചിരി ഗ്രേവി ഒക്കെ എടുത്ത് ഇങ്ങനെ ഒഴിക്കാം. പക്ഷേ എനിക്ക് അത് വേണ്ട. ഇപ്പൊ നല്ല ഇതായിട്ട് വരുന്നുണ്ട്. ഇനി മീനിൽ നിന്നുള്ള വെള്ളവും കൂടെ ഇറങ്ങും. അതെ, നമുക്ക് ഇനി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം അല്ലേ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ഒരു 3/4 വേവായിട്ടുണ്ട് മീന്. അതെ. ഇനി നമുക്ക് ഇപ്പോഴാണ് ഈ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അത് എത്ര സ്പൂൺ? സ്പൂൺ ഇടാൻ പാടില്ല, ഒരു ശകലം. ഒത്തിരി ഇട്ട് കൈപ്പിറങ്ങും. പൊടിച്ചും കൂടെ വെച്ചിരിക്കുന്നതൊക്കെ അല്ലേ, വറുത്ത് പൊടിച്ചതാണല്ലേ. അതെ. നല്ല രീതിയിൽ തന്നെ ഇവിടെ തിള വന്നിട്ടുണ്ട്. അമ്മയുടെ ആയുധം എടുക്കുക. അമ്മ ആയുധം എടുക്കുവാണ്. ഒന്ന് ചുറ്റിച്ചു കൊടുക്കട്ടെ. ഉണ്ട്, നമ്മള് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചുള്ളായിരുന്നു. ആ മീനിനകത്തുനിന്ന് ഇറങ്ങിയ വെള്ളമാണ് ഇത്രയും അല്ലേ. അതെ അതെ. ഇനി നമുക്കിതിന് ഉപ്പും പുളിയും എരിവെല്ലാം ഒന്ന് നോക്കാമല്ലോ. അതെ. സൂപ്പറാ, നല്ല മീന്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അവിടെ വെച്ചപ്പോഴത്തേക്ക് നല്ല മീനാണ് ഇതുപോലെ ഞങ്ങൾക്ക് കിട്ടിയത്. ചൂരയായിരുന്നു, നല്ല മീനായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ചേട്ടൻ്റെ വീട്ടിലേ റെഡി ആയിട്ട് താണ്ട് ടേസ്റ്റ് നോക്കാൻ ഇവിടെ ടെസ്റ്റർ ഉണ്ട്. ഇവിടെ മീൻകറി ഇവിടെ റെഡിയായേ. ഞാൻ സ്റ്റവ് ഓഫ് ആക്കുവാണ്. ഇനി ഒരു കാര്യം, 2 കാര്യം കൂടെ ഉണ്ട്. എന്താ ചെയ്യാന്? ഇനി ഇതേ കരിയേപ്പില ഇങ്ങനെ അങ്ങ് ഇടണം. നികത്തി അങ്ങ് ഇട്ടേക്കണം. അതടത്തിയല്ല, ഇതിങ്ങനെ ഒറ്റയോടെ ഇടണേ. ഇങ്ങനെ ഇടണം. കണ്ടോ കൂട്ടുകാരെ? ഇനിയാണ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ആ കരിയേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ആയപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടേ. വായി വെള്ളം ഊറും. കപ്പയും കൂടെ ആവുമ്പം സൂപ്പർ. കണ്ടോ കൂട്ടുകാരെ? കപ്പയും മീനും ഒരു പിടുത്തം പിടിക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി. കണ്ടോ? ഇതിനകത്ത് ഞാൻ തക്കാളി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. തക്കാളി ഒന്നും ചേർത്ത്
മീൻകറിയല്ല. ഷാപ്പിൽ ഇപ്പോൾ തക്കാളി ചേർത്ത് വെക്കും. നേരത്തെ ഒന്നും തക്കാളി ഒന്നും ചേർക്കാതെ തന്നെയാണ് വെക്കുന്നത്. പണ്ടുള്ള കാലങ്ങളിൽ അങ്ങനെയാണല്ലോ. തക്കാളി ഈ അടുത്ത കാലങ്ങളിലാണല്ലോ ചേർക്കാൻ തുടങ്ങിയത്. തവിയൊന്നും ഞാൻ നേരത്തെ മുതലേ തവിയൊന്നും ഇട്ടിട്ടില്ലായിരുന്നേ. അതെ, എൻ്റെ കൂട്ടുകാരും ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ഇതൊന്ന് ഇതുപോലെ ഞാൻ വെച്ചതുപോലെ ഒന്ന് വെച്ച് നോക്കിക്കേ. നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പം നമ്മൾ ഇടുന്ന വീഡിയോസ് തെറ്റാതെ നിങ്ങളുടെ മുമ്പിൽ എത്തുള്ളൂ. അപ്പം നമുക്ക് നാളെ കാണാം. ബൈ ബൈ. ബൈ ബൈ.